ബി.ജെ.പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറും അതുപോലെ തന്നെ അഡ്വക്കറ്റുമായ ശ്രീ ശങ്കുട്ടി ദാസാണ് എം ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ഒരു തേർഡ് ആൾട്ടർനേറ്റീവ് ഉയർന്നു വരുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയൊക്കെ ജനങ്ങൾക്കിടയിലുണ്ട്. ആ സമയത്താണ് ഇപ്പോൾ പാലക്കാട് ഇലക്ഷൻ വന്നത്. പാലക്കാട് ഇലക്ഷൻ എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ നിയമസഭാ പ്രവേശനത്തിന്, അതായത് ഒ രാജഗോപാൽ അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും പുതിയൊരു റെക്കോർഡ് സൃഷ്ടിക്കുന്നതിന് ഒരു തുടക്കമായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ അണികളിലുണ്ടായിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അങ്ങനെ പാലക്കാട് ബി.ജെ.പിയുടെ ഒരു വിജയിച്ച മണ്ഡലമൊന്നുമല്ല എങ്കിൽ പോലും അവിടെ ഒരു വിജയസാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരാജയം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ബി.ജെ.പിക്ക് ഉണ്ടായോ? ഒപ്പം പാലക്കാട് നഗരസഭയിലെ വോട്ട് കുറഞ്ഞതിനെ പറ്റി എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? നോക്കൂ, സ്വന്തം പ്രൊപ്പഗൻഡ സ്വയം വിശ്വസിച്ച് പോകുന്ന ഒരു പ്രശ്നം പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് ഏത് പാർട്ടിയും അവലംബിക്കുന്ന ഒരു സാധാരണഗതിയിലുള്ള തന്ത്രം എന്ന് പറയുന്നത് ഉറപ്പായും ജയിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണെന്നുള്ള പ്രതീതി വളരെ ശക്തമായി ജനിപ്പിക്കും എന്നുള്ളതാണ്. ജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പരാജയം സാധിക്കാം എന്നുള്ളൊരു യാഥാർത്ഥ്യബോധത്തിലേക്ക് മടങ്ങുക, ഇതാണ് സാധാരണഗതിയിൽ വേണ്ടത്. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു ആ ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടായില്ല. ബി.ജെ.പി ഉറപ്പായും ജയിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്, ശരിയാണ്. പക്ഷേ ബി.ജെ.പി ജയിച്ചിരുന്നൊരു മണ്ഡലമല്ല പാലക്കാട്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. 2011 മുതൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ബി.ജെ.പി 2ാം സ്ഥാനത്ത് പോലും വന്നത് ശ്രീധരൻ സാർ അവിടെ മത്സരിച്ചപ്പോൾ മാത്രമാണ്. ഈ ശ്രീധരൻ മത്സരിച്ച സമയത്താണ് 50,000 വോട്ട് മേടിച്ചിട്ട് നമ്മൾ അവിടെ 2ാം സ്ഥാനത്ത് വന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 43,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോഴും കോൺഗ്രസിന് 55,000 വോട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരു 10,000 വോട്ടിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലീഡ് കോൺഗ്രസിനുള്ള സ്ഥലമാണ് പാലക്കാട്. പക്ഷേ ഇത്തവണ പാലക്കാട് നമുക്ക് ജയിക്കാൻ സാധിക്കുമെന്നുള്ള അങ്ങനെയാണല്ലോ ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടത്. അല്ലാണ്ട് ജയിക്കുമൊന്നും ഇല്ല എന്നാലും വെറുതെ ഒന്ന് ശ്രമിക്കാം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. തീർച്ചയായിട്ടും ജയിക്കണം എന്നുള്ള മനോഭാവത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ നമുക്ക് ആഗ്രഹിച്ച അത്ര ഒരു വോട്ട് അവിടെ എത്താൻ സാധിച്ചില്ല. കുറച്ച് വോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. 3,500 വോട്ടുകൾ കുറയുകയാണ് ചെയ്തത്. 39,500 വന്നു. പക്ഷേ അത് വലിയൊരു തിരിച്ചടിയാണ്. കേരളത്തിലെ ബി.ജെ.പിയുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ മുഴുവൻ വിലങ്ങുതടിയാവാൻ പോകുന്ന ഒരു വലിയ തിരിച്ചടിയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ ബി.ജെ.പി 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും വന്നിട്ടുള്ള മണ്ഡലങ്ങളിൽ പാലക്കാട് ഇല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഈ 11 മണ്ഡലങ്ങളിൽ ഒന്നല്ല പാലക്കാട്. പാലക്കാട് അല്ലാത്ത മറ്റ് 11 സ്ഥലങ്ങളിൽ ബി.ജെ.പിക്ക് ഇതിനേക്കാൾ പ്രോസ്പെക്ട് ഉണ്ട്, ഇതിനേക്കാൾ ജയസാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും അറ്റൻഷൻ അവിടേക്ക് മാത്രം വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കണ പോലെയല്ലല്ലോ. പ്രത്യേകിച്ചും പാലക്കാട് 20ാം തീയതി പാലക്കാട് മാത്രമേ തെരഞ്ഞെടുപ്പുള്ളൂ. അപ്പോൾ ഒരാഴ്ചയോളം പാലക്കാടിലേക്ക് മാത്രമായിരുന്നു എല്ലാവരുടെയും ഫോക്കസ്. ചേലക്കരയും വയനാട് നേരത്തെ കഴിഞ്ഞു പോയതുകൊണ്ട് എല്ലാവരും അവരുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ജനറലി നമ്മൾ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി അങ്ങനെ വലിയ പെർഫോമൻസ് നടത്താറില്ല. ചേലക്കരയിൽ എക്സെപ്ഷനാണ്. ചേലക്കരയിൽ ഇത്തവണ നമുക്ക് 10,000 വോട്ട് കൂടുക ചെയ്തു. പക്ഷേ ചേലക്കരയിൽ അത്രയും വോട്ട് കൂടാനുള്ള സ്പേസ് അവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നമുക്ക് 24,000 വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത്, വളരെ കുറച്ച് വോട്ടുള്ള സ്ഥലത്ത് വളരെയേറെ വോട്ടുകൾ വർദ്ധിപ്പിക്കാനും മുന്നോട്ട് വരാനും സാധിക്കും. നേരെ തിരിച്ച് 50,000 വോട്ടുള്ളൊരു സ്ഥലത്ത് അതേപോലെ 10,000 വോട്ട് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. പക്ഷേ ബി.ജെ.പിക്ക് വോട്ട് കിട്ടേണ്ടിയിരുന്ന മേഖലകൾ, ഇപ്പോൾ പാലക്കാട് നഗരസഭയാണ് പ്രധാനമായിട്ടും ബി.ജെ.പിക്ക് വോട്ട് കിട്ടുന്ന മേഖല. ബി.ജെ.പി ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പക്ഷെ അവിടെ നമ്മൾ ആഗ്രഹിച്ച അത്രയും വോട്ടുകൾ, ഇപ്പോൾ ശ്രീധരൻ സാർ മത്സരിച്ച സമയത്ത് 36,000 വോട്ടുകൾ നമുക്ക് പാലക്കാട് നഗരസഭയിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. ഇത്തവണ നമുക്ക് അത്രയും വോട്ടുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത് ലോക്കലായിട്ടുള്ള പല പ്രശ്നങ്ങൾ കാരണമാണ്. സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള പ്രശ്നം കൊണ്ടല്ല. സ്ഥാനാർത്ഥി നിർണ്ണയത്തിനൊക്കെ ഒരു രീതി, ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയുണ്ട്. ആരാധനായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നത്. അദ്ദേഹം അവിടെ പാലക്കാട് പോയി അവിടുത്തെ എല്ലാ കാര്യകർത്താക്കളെയും കണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞതിന് ശേഷം ഏതാണ്ട് 3 ആളുകളുടെ പട്ടിക, 1, 2, 3 കൊണ്ട് പ്രയോറിറ്റി ആയിട്ടൊരു പട്ടികയൊക്കെ തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തിരുന്നു. സംസ്ഥാന നേതൃത്വം അത് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പിൽ സമർപ്പിച്ചു. കേന്ദ്ര നേതൃത്വമാണ് ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ശ്രീകൃഷ്ണകുമാറിനെ നിശ്ചയിച്ചത്. അദ്ദേഹം നിശ്ചയിക്കപ്പെട്ട ഘട്ടത്തിലും പാർട്ടിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികളോ എതിരഭിപ്രായങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ഇതിനെ അംഗീകരിച്ചിരുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ സംശയമുള്ളത്, പാലക്കാട് ബി.ജെ.പിയുടെ നഗരസഭാ അധ്യക്ഷ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. നിരന്തരമായി കൃഷ്ണകുമാറിനെ തന്നെ മത്സരിപ്പിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഞങ്ങൾ വീട് കയറിയപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണകുമാർ മാത്രമേ ഉള്ളൂ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേതൃത്വത്തെ അറിയിച്ചിട്ടും നേതൃത്വത്തിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായോ? അല്ല, നോക്കൂ, ആ പറഞ്ഞത് ശരിയല്ലല്ലോ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇതെന്താ വെച്ചാൽ മാധ്യമങ്ങളും ഒരു വിഭാഗം ആളുകളും നടത്തുന്ന സംഘടിതമായിട്ടുള്ളൊരു കുപ്രചരണം നമ്മുടെ ചില നേതാക്കന്മാർ പോലും വിശ്വസിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണിത്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശ്രീ കൃഷ്ണകുമാർ ആദ്യമായിട്ട് ഇത്തവണ മത്സരിക്കുകയാണ്. ഇതിനു മുമ്പ് അദ്ദേഹം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടേ ഇല്ല. എല്ലാ തവണയും ഒരേ സ്ഥാനാർത്ഥിയാണെന്ന് പറയും. പാലക്കാട് എപ്പോഴും അദ്ദേഹം മത്സരിച്ചിട്ടുള്ളത്. ശ്രീ കൃഷ്ണകുമാർ 2021 മത്സരിച്ചത് മലമ്പുഴയിലാണ്, 2016 മത്സരിച്ചത് മലമ്പുഴയിലാണ്, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം പാലക്കാട് വരുന്നത്. അതിൽ 7 നിയമസഭാ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ട് അപ്പോൾ അയാൾ തന്നെ ആവില്ലേ സ്ഥാനാർത്ഥിയായിട്ട് വരിക. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതവിടെ പാർട്ടി സർവേ നടത്തിയിട്ട് അടുത്ത ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കിയിട്ട് അടിസ്ഥാനത്തിൽ എടുത്തുള്ള ഒരു തീരുമാനമാണ്. നഗരസഭാ അധ്യക്ഷ അങ്ങനെ പറയാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താ? ഇവിടുത്തെ മാധ്യമങ്ങൾ മനഃപൂർവ്വം അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്നൊരു ഒരു ഒരു പ്രതികരണം എക്സ്ട്രാക്ട് ചെയ്യുക ചെയ്ത്. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആളുകൾ അവിടെ പോയിട്ട് അവരോട് ചോദിച്ചത്, സംസ്ഥാന നേതൃത്വം നഗരസഭാ അധ്യക്ഷയും 28 കൗൺസിലർമാരും വിമത പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് കൃഷ്ണകുമാർ പരാജയപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം എന്നാ? അങ്ങനെ ഒരു പരാതിയെ കൊടുത്തിട്ടില്ല. അവരെ പറ്റി സംസ്ഥാന നേതൃത്വം ഒരു തെറ്റായ പരാതി കൊടുത്തു എന്ന് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അങ്ങനെ അവരിൽ നിന്ന് പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു പരാമർശം എക്സ്ട്രാക്ട് ചെയ്യാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചെയ്തത്. അത് മാധ്യമങ്ങളുടെ ഹിറ്റ് ജോബാണ്. അത് വളരെ നെറിയട്ട മാധ്യമ പ്രവർത്തനമാണ്. അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണമാണ്. സ്വാഭാവികമായിട്ടും അവർ ആ വൈകാരിക ആവേശത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തി. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ടാണ്, ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല എന്നാണ് അവർ പറയാൻ ശ്രമിച്ചത്. പക്ഷെ അത് ശരിയല്ല. സ്ഥാനാർത്ഥി അവിടെ നിരന്തരമായി മത്സരിക്കുന്ന ആളല്ല. അതായത് BJP ജയിക്കരുത് എന്നുള്ളൊരു വിരോധം വെച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചു. 100% കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം BJP വിരുദ്ധ ചേരിയിൽ തന്നെയാണുള്ളത്. അപൂർവം ചില മാധ്യമങ്ങൾ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ജനം ചാനൽ പോലെയുള്ള ഒരു ചാനലിനെയോ അതല്ലെങ്കിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളെയോ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മുഴുവൻ വളരെ കൃത്യമായിട്ടുള്ള ആന്റി BJP അജണ്ടയുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും SFI DYFI ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളാണ്. കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ ആഭിമുഖ്യം പുലർത്തുന്ന ആളുകൾ തന്നെയാണ്. എന്നാൽ ഈ 2019 തെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മലയാള മീഡിയ എങ്ങനെ സംസാരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടോട് കൂടിയിട്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം മുതൽ ഈ സമയം വരെയും കോൺഗ്രസിന് വേണ്ടി വളരെ കൃത്യമായി ബാറ്റ് ചെയ്യുന്ന ഒരു സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അത് കോൺഗ്രസ് കൃത്യമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളെ ഫണ്ട് ചെയ്തിട്ട് തന്നെ ജയിക്കുന്നതാണ്. കൃത്യമായിട്ട് അവർക്ക് പൈസ കിട്ടുന്നുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഒരു ജീവൻ മരണ പോരാട്ടമാണ്, ഡു ഓർ ഡൈ ആണ്. ആ തവണയും കൂടി അധികാരം പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരില്ല. 2 തവണ അധികാരം ഇല്ലാതിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം ഇല്ലാണ്ട് ധാരാളം കാലം നിലനിൽക്കാൻ പറ്റും, പ്രത്യയശാസ്ത്രമുണ്ട്. BJPക്ക് അധികാരം ഇല്ലാണ്ട് നിലനിൽക്കാൻ പറ്റും, പ്രത്യയശാസ്ത്രം. കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം ഇല്ലാണ്ട് നിലനിൽക്കാൻ പറ്റില്ല. അത് അധികാരത്തിന് വേണ്ടി ഒത്തുകൂടിയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം മാത്രമാണ്. അതിന് ആൾക്കാരെ ചേർത്ത് നിർത്തുന്ന അവിടുത്തെ ബേസിക് ആയിട്ടുള്ള ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ അധികാരമാണ്, പവറാണ്. ആ പവർ ഇല്ലാണ്ട് കഴിഞ്ഞാൽ ഡിസൻറ്റഗ്രേറ്റഡ് ആയി പോകും. അപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് ആവശ്യമാണ്. അത് പ്രവർത്തനം കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഇവർക്കറിയാം. പിന്നെ എന്താണ്, ഒരു നരേറ്റീവിലൂടെയാണ് അത് ചെയ്യുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ കോൺഗ്രസ് പാർട്ടിയെ അതിൻ്റെ നേതാക്കന്മാരെയും ബൂസ്റ്റ് ചെയ്യുകയും BJP നേതാക്കന്മാർ, അതായത് കോൺഗ്രസിന് വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത, ആരാണ് ഈ കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കുന്നത്? BJP ആണല്ലോ കോൺഗ്രസിന്റെ വോട്ടുകൾ പിടിക്കുന്നത്. പരമ്പരാഗതമായിട്ട് കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്താണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെയാണല്ലോ 4.72% വോട്ട് മാത്രം 2004 ഉണ്ടായിരുന്ന പാർട്ടി 2024 ആയപ്പോഴേക്ക് 20% വോട്ടുള്ള പാർട്ടിയായി മാറി. 16% വോട്ട് വന്നത് CPM പോലത്തെ ഒരു കേഡർ സ്ട്രക്ചറിൽ നിന്നല്ല പ്രധാനമായിട്ട് നമ്മൾ വലിച്ചിട്ടുള്ളത്, കോൺഗ്രസിനെ പോലത്തെ പാർട്ടിയെ അനുകൂലിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ BJP തളരുകയും BJP ദുർബലമാവുകയും ചെയ്ത് കഴിഞ്ഞാൽ BJPയുടെ വോട്ടുകൾ എങ്ങോട്ടാണ് തിരിച്ചു പോവുക? കോൺഗ്രസിലേക്കാണ് തിരിച്ചു പോവുക. സ്വാഭാവികമായിട്ടും BJPക്കെതിരെ ഏറ്റവും ഹീനമായിട്ടുള്ള പ്രചരണം നടത്തുന്നത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. എന്താ പറയുക, BJP ആണല്ലോ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ ശത്രു. അപ്പോൾ BJPയെ പ്രതിരോധിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്ന പ്രതീതി ജനിപ്പിക്കുന്നത്, BJPക്കെതിരെ വളരെ ശക്തമായിട്ട് ബാറ്റ് ചെയ്യുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങൾക്ക് അനുകൂലമായിട്ട് സംഘടിക്കാൻ സഹായിക്കും. കേരളത്തിൽ ഇപ്പോൾ ന്യൂനപക്ഷ വോട്ട് ആർക്ക് കിട്ടുന്നു എന്നുള്ളതാണല്ലോ ജയരാജൻ നിശ്ചയിക്കുന്ന കാര്യം. അത് LDFനെ പിന്തുണച്ചുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ LDF ഭരണത്തിൽ വന്നത്. ആ ന്യൂനപക്ഷ വോട്ടിനെ കിട്ടാൻ BJP ഏറ്റവും സ്ട്രോങ് ആയിട്ട് പ്രതിരോധിക്കുന്നത് ഞങ്ങളാണെന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ആ കോൺഗ്രസ് താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ PR വർക്ക് ചെയ്തിരുന്ന കേരളത്തിലെ മാധ്യമങ്ങളാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ പരസ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇലക്ഷൻ വർക്ക് നടത്തുമായിരുന്നു. BJP 3 മുന്നണികളോടാണ് മത്സരിച്ചു. ഒന്ന് ഇടത് മുന്നണി, ഒന്ന് വലത് മുന്നണി, പിന്നെ ഒന്ന് മാധ്യമ മുന്നണി. മാധ്യമ മുന്നണിയും ഈ കോൺഗ്രസ് മുന്നണിയും തമ്മിലാണെങ്കിൽ സഖ്യത്തിലുമായിരുന്നു. അത് വളരെ പ്രകടമാണ്.
വളരെ പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. അതായത് ഒന്ന് സന്ദീപ് വാര്യരുടെ വിഷയം ബന്ധപ്പെട്ട് വളരെയധികം ചർച്ചകൾ കഴിഞ്ഞതാണ്. എങ്കിലും ഈ സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സന്ദീപ് വാര്യരെ BJP ഉതുക്കി. BJP യാതൊരു തരത്തിലും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. ഈ ചാനൽ ചർച്ചകളിലൊക്കെ BJPയുടെ പ്രതിരോധ മുഖമായിരുന്ന ഒരാൾ, അയാൾക്ക് വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ ഈ ഗ്രൂപ്പ് പോരിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ, ഇപ്പം രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പ്, എനിക്കറിയില്ല, രണ്ട് തരത്തിലുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ഗ്രൂപ്പ് പോര് BJPയെ ഒരു തരത്തിലും വളരാൻ അനുവദിക്കുന്നില്ല. ഇതാണ് BJPയുടെ അടിസ്ഥാനപരമായ വളർച്ചയില്ലാത്തതിൻ്റെ കാരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തഴയൽ BJP നടത്തിയിട്ടുണ്ടോ? അല്ല, അതെന്തൊരു പരസ്പര വിരുദ്ധമായിട്ടുള്ള വാദമാണ് അദ്ദേഹം പറയുന്നതെന്ന് ആലോചിച്ച് നോക്കും. അതായത് BJP ഗ്രൂപ്പ് പോര് നടത്തി തല്ലി നശിച്ചാൽ സന്ദീപ് സന്തോഷിക്കല്ലേ വേണ്ടേ? സന്ദീപ് പറയുന്നത് BJP വെറുപ്പിന്റെ കൂടാരാണ്, വിദ്വേഷം ജനിപ്പിക്കുന്ന ഫാക്ടറിയാണ്, BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇല്ലാണ്ടാവാനാണ് ആവശ്യം. ഞാൻ ആശയപരമായിട്ട് മാനസികമായിട്ട് അങ്ങനെ മാറിക്കഴിഞ്ഞു എന്നാ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് BJPയുടെ ദൗർബല്യത്തിന് കാരണം സുരേന്ദ്രനാണ്. സുരേന്ദ്രനെ മാറ്റിയാൽ മാത്രമേ BJP ഗതി പിടിക്കുള്ളൂ. കേരളത്തിലെ BJP ഗ്രൂപ്പ് പോരിന്റെ വിക്ടിമാണ്. ഗ്രൂപ്പ് പോര് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP നന്നാവും. കഴിവുള്ള നേതാക്കന്മാരെ ഒതുക്കുകയാണ്. ഇങ്ങനെ അല്ലെങ്കിൽ BJP കുറെ കൂടി വളരും. അതായത് സന്ദീപിനെ അവഗണിച്ചില്ലായിരുന്നെങ്കിൽ, സന്ദീപിനെ ഒതുക്കിയില്ലായിരുന്നെങ്കിൽ, സന്ദീപിന് കുറെ കൂടി സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം BJPയിൽ തന്നെ നിൽക്കുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ, അദ്ദേഹം ഈ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ വ്യാജമല്ലേ? അപ്പോൾ അദ്ദേഹം BJP വെറുപ്പിന്റെ ഫാക്ടറിയാണ്, BJP വിദ്വേഷത്തിന്റെ കൂടാരമാണ്, ഇത് ഒരിക്കലും സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സംവിധാനമാണെന്നൊക്കെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം രണ്ട് തരത്തിൽ വളരെ പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. അദ്ദേഹത്തെ അങ്ങനെ ഒതുക്കുകയല്ല, അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ അവസരങ്ങൾ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ 2013, 2014 കാലഘട്ടങ്ങളിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ശ്രീധരൻപിള്ള അധ്യക്ഷനായി വന്ന സമയത്ത് 2017 അദ്ദേഹത്തെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പാർട്ടി ചുമതലയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം സുരേന്ദ്രൻ അധ്യക്ഷനായി വന്ന സമയത്ത് അദ്ദേഹത്തെ സംസ്ഥാന വക്താവായി നിയമിച്ചു. അദ്ദേഹത്തിന് സംസ്ഥാന വക്താവ് എന്നുള്ള രീതിയിൽ പാർട്ടി ചർച്ചകളിൽ പോകാനും പാർട്ടിയുടെ അഭിപ്രായം വ്യക്തമാക്കാനുള്ള അവസരം ലഭിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് വയനാട് ജില്ലയുടെ ചാർജ് കൊടുത്തു. അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പുണ്ടായപ്പോൾ സുരേന്ദ്രനോടൊപ്പം വയനാട് മണ്ഡലത്തിന്റെ ഇലക്ഷൻ ചാർജ് അദ്ദേഹം നിർവഹിച്ചിരുന്നു. അങ്ങനെ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. അതാണ് അദ്ദേഹത്തിന്റെ വിഷമം, അദ്ദേഹത്തിന്റെ നിരാശ അതാണ്. ബാക്കിയുള്ളതൊക്കെ തനിക്ക് സ്ഥാനം കിട്ടാതെ വരുമ്പോൾ പറയുന്ന ഒരു മുട്ടുന്യായങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ്? അദ്ദേഹത്തിന് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കണമായിരുന്നു. പാലക്കാട് മണ്ഡലം അല്ലെങ്കിൽ വയനാട് മണ്ഡലത്തിലെങ്കിലും ഒരു ദേശീയ ശ്രദ്ധ കിട്ടുന്ന, പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്നത് ഒരു ദേശീയ ശ്രദ്ധ കിട്ടുന്ന കാര്യമാണ്. അവിടെയെങ്കിലും അദ്ദേഹം ഒരു സീറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് അത് കിട്ടിയില്ല. അദ്ദേഹം പലരോടും പാലക്കാട് മണ്ഡലത്തിന്റെ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ആ കാര്യം അറിയാം. അത് ഇപ്പൊ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാനത് പറയാത്തതാണ്. പക്ഷെ അദ്ദേഹം അത് ആഗ്രഹിച്ചു എന്നുള്ള വ്യക്തമാണ്. അത് കിട്ടാതെ വന്നതാണ് അദ്ദേഹത്തിന്റെ നിരാശ. പിന്നീട് അദ്ദേഹം പല കാരണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേദിയിൽ ഇടം കിട്ടിയില്ല, അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചപ്പോൾ ആരും വന്ന് റീത്ത് വെച്ചില്ല, കൃഷ്ണകുമാർ സന്ദർശിച്ചില്ല. അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചത് 2024 2022 2 വർഷം മുമ്പ് നടന്നു പോയിട്ടുള്ള സംഭവമാണ് ഈ സമയത്ത് എടുത്ത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പാർട്ടിയുടെ വക്താവായി തന്നെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിലും എത്രയോ വേദികളിലും ഒക്കെ സംസാരിച്ചിട്ടില്ലേ? അന്നൊന്നും അദ്ദേഹത്തിന് പാർട്ടിയുടെ നയത്തിനെ പറ്റിയിട്ടോ നിലപാടിനെ പറ്റിയിട്ടോ യാതൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ലല്ലോ. ഏറ്റവും അവസാനം വയനാട് തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ സുരേന്ദ്രനൊപ്പം വയനാട് മണ്ഡലത്തിലെ പ്രചരണത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം പാലക്കാട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷവും കൺവെൻഷനിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടല്ലോ. നല്ല വേദിയിൽ ഇരിപ്പിടം കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ November 3 ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നവരെയും അദ്ദേഹത്തിന് ഈ പാർട്ടിനെ പറ്റി എതിരഭിപ്രായം ഒന്നും ഉണ്ടായിരുന്നില്ല. November 3 ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും അദ്ദേഹം കൃഷ്ണകുമാറിനെതിരെ മാത്രമേ സംസാരിക്കുന്നുള്ളൂ, പാർട്ടിക്കെതിരെ സംസാരിക്കുന്നില്ല, സുരേന്ദ്രനെതിരെ സംസാരിക്കുന്നില്ല, ദേശീയ നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്നൊരു ഓഫർ കിട്ടി. അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ മൊത്തം നിലപാടും മാറി. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം സംഘടനയെ പൂർണ്ണമായി തള്ളിപ്പറയുന്നു, ആദർശത്തെ തള്ളിപ്പറയുന്നു, പ്രത്യയശാസ്ത്രത്തെ തള്ളിപ്പറയുന്നു, സംഘത്തെ തള്ളിപ്പറയുന്നു, നരേന്ദ്രമോദിയെ തള്ളിപ്പറയുന്നു. അപ്പോൾ അതൊക്കെ ഒരു ആത്മവഞ്ചനയാണ്. അതൊന്നും ഒരു നല്ല നിലപാടായിട്ട്, ഒരു ആത്മാർത്ഥതയുള്ള നിലപാടായിട്ട് തോന്നുന്നില്ല. അവനവന്റെ അപ്പത്തെ സൗകര്യത്തിനനുസരിച്ച് എന്തും പറയാന്നുള്ള നിലയിലേക്കൊക്കെ ആളുകൾ പോകുന്നത് സത്യത്തിൽ പരിതാപകരമാണ്. അതെ, ഈ പറയുന്ന ഏറ്റവും വലിയൊരു ആരോപണമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് പൊതുസമൂഹത്തിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുകയായിരിക്കാം. ഒരു പക്ഷേ CPM-ഉം BJP-യും തമ്മിൽ വലിയ ലിങ്കിലാണ്, അല്ലെങ്കിൽ വലിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ് നടക്കുന്നത്. കരുവന്നൂരും കൊടകരയും തമ്മിലാണ് വെച്ചുമാറുന്നത് തുടങ്ങിയിട്ടുള്ള വലിയ ആരോപണങ്ങളുണ്ട്. അപ്പോൾ അത് BJP അണികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു നറേഷൻ ഉണ്ടാക്കുന്നതായിരിക്കാം. അതിനെപ്പറ്റി എന്താണ് BJP എങ്ങനെയാണ് അതിനെ കാണുന്നത്? 100% അസംബന്ധമാണ്. കേരളത്തിൽ ഈ പറയുന്ന CPM-നെ ഏറ്റവും ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ കായികമായി പോലും CPM-മായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് BJP എന്ന് പറയുന്നത്. എത്രയോ ബലിദാനികൾ BJPക്ക് കണ്ണൂർ പോലെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തനം നടത്താൻ വേണ്ടി തയ്യാറായതിൻ്റെ പേരിൽ മാത്രം കൊലക്കത്തിക്കരയായിട്ടുള്ള എത്രയോ ആളുകൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പോലും എത്ര BJP പ്രവർത്തകർ കണ്ണൂരിൽ മാത്രം
ഈ പറയുന്ന CPM കാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഏതെങ്കിലും നിലയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ പറഞ്ഞ കേസുകളെല്ലാം CPM-നെതിരെയുള്ള എല്ലാ അഴിമതി ആരോപണങ്ങളിലും നടപടിയെടുത്തുള്ളത് കേന്ദ്ര സർക്കാരാണ്. കരുവന്നൂരിലെ കേസ് അന്വേഷിക്കുന്ന ED ആണ്. അതല്ലെങ്കിൽ മറ്റേ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നത് ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡാണ്. അവരുടെ കമ്പനിക്കെതിരെ എക്സാലോജിക്ക് കമ്പനിക്കെതിരെ അന്വേഷണം നടത്തുന്നത് കമ്പനിയിലോട് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന എന്താണ് SFIO എന്ന് പറയുന്ന സ്ഥാപനമാണ് അല്ലേ. പക്ഷേ ഈ അന്വേഷണത്തിൽ ഒന്നും റിസൾട്ട് കാണുന്നില്ല. ഇത് ഒരു ലീഗൽ പ്രൊസീജിയറിൽ ഇതിനൊക്കെ നമുക്ക് ഒരു ദിവസം കേസെടുത്തു അടുത്ത ദിവസം ആളെ അകത്തിടുക, അതിൻ്റെ അടുത്ത ദിവസം തൂക്കിക്കൊല്ല, അങ്ങനെയല്ലല്ലോ ഈ രാജ്യത്തെ നിയമ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു കോടതി സംവിധാനത്തിന് ന്യായമായിട്ടൊരു സമയക്രമമുണ്ട്. സുപ്രീം കോടതിയിൽ നടക്കുന്നൊരു കേസ്, സുപ്രീം കോടതി ഇത്രയേറെ കേസസ് പെൻഡൻസി ഉള്ളൊരു സ്ഥലമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കേസാണ് അയോധ്യയിലെ രാമജന്മഭൂമി കേസ്. ഒരു വലിയ കലാപവും എത്രയോ ആൾക്കാരുടെ മരണവും എത്രയോ സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ അറിയാനും കേന്ദ്ര സർക്കാർ തന്നെ വീണു പോകാനൊക്കെ കാരണമായിട്ടുള്ള സംഭവം. അയോധ്യ കേസിൽ എത്ര കൊല്ലം കൊണ്ടാണ് കോടതി വിധി പറഞ്ഞത്? 70 കൊല്ലം കൊണ്ടാണ് സുപ്രീം കോടതി അയോധ്യ കേസിൽ വിധി പറഞ്ഞത്. 1950 സമർപ്പിച്ചിട്ടുള്ള ഹർജിയിൽ 2020 സുപ്രീം കോടതി വിധി പറയുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലെ കോടതികളുടെ വേഗം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കേസിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ഈ പ്രൊസീജിയർ ഇങ്ങനെയാണ്. ഈ പറയുന്ന പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ അപ്പോൾ SFIയോട് കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടപടി ഉണ്ടാവാനൊരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ അത് ഉണ്ടാവും. ഇത് സ്വിച്ച് ഇട്ട ഉടനെ തന്നെ ഇതിന് റിസൾട്ട് ഉണ്ടാവണമെന്ന് പറയുന്ന ആൾക്കാർ ബോധപൂർവ്വം ഇതൊക്കെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ, അതായത് BJPയും CPM തമ്മിൽ എന്തോ അഡ്ജസ്റ്റ്മെന്റിലാണെന്ന് വരുത്തി തീർത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന് അത് വളരെ സഹായകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJP അണികൾ സ്വാഭാവികമായിട്ടും തങ്ങളെ കൊല്ലുന്ന, തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്ന CPM പോലത്തെ ഒരു പ്രസ്ഥാനവുമായിട്ട് കൈകോർക്കുന്നത് ഒരു വഞ്ചനയാണെന്ന് തോന്നുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും പാർട്ടി കൈയൊഴിയും, അവർ കോൺഗ്രസിലേക്ക് പോകും. അതേപോലെ തന്നെ BJPയുമായിട്ട് കൈകോർക്കുന്നതിൽ എതിർപ്പുള്ള CPMകാർ കുറേ പേരും സ്വാഭാവികമായിട്ടൊരു ആൾട്ടർനേറ്റീവ് എന്നുള്ള BJPക്കെതിരെയുള്ള ആൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ കോൺഗ്രസിലേക്ക് പോകും. പ്രത്യേകിച്ചും BJPയും CPMും തമ്മിൽ സഖ്യം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് CPM വിരുദ്ധമായി കഴിഞ്ഞാൽ അതും കോൺഗ്രസിലേക്ക് പോകും. ഇങ്ങനെ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം നിർമ്മിച്ചെടുത്തുള്ള ഒരു വ്യാജമാണ് കേരളത്തിലെ CPMും BJPയും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള സഖ്യം ഉണ്ട് എന്നുള്ളത്. കേരളത്തിലെ CPMനെ ഏറ്റവും നന്നായി പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരെ സഹായിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. ഇപ്പോൾ VD സതീശനൊക്കെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ പോലെയാണ് പെരുമാറുന്നത്. പ്രമേയങ്ങൾ ഒന്നിച്ച് പാസ്സാക്കുന്നു, എല്ലാ വിഷയങ്ങളിലും യോജിച്ച നിലപാടെടുക്കുന്നു. പ്രത്യയശാസ്ത്രപരമായി ഇപ്പോൾ ഒരു വ്യത്യാസം അവർ തമ്മിലില്ലല്ലോ. രണ്ടുപേരും തമ്മിലുള്ള മത്സരം എന്താ? ആരാ BJPനെ കൂടുതൽ നന്നായി പ്രതിരോധിക്കുന്നതല്ലേ? കേരളത്തിലെ BJPനെ പ്രതിരോധിക്കാൻ ഞങ്ങളാണ് ഒന്നാമതെന്ന് CPM പറയുന്നു, അവരത്ര പോരാ ഞങ്ങളാണ് ഒന്നാമതെന്ന് കോൺഗ്രസ് പറയുന്നു. അതല്ലാണ്ട് ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയത്തിൽ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇപ്പോൾ എന്താ പറയുക, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കീഴിൽ സംസ്ഥാന ADGPയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു ക്രൈം സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ തട്ടിക്കൊണ്ടുപോകുന്നു, ആളെ കൊല്ലുന്നു, മാല പൊട്ടിക്കുന്നു, അങ്ങനത്തെ എല്ലാ ഫോൺ ടാപ്പ് ചെയ്യുന്നു. ഇങ്ങനത്തെ എത്രയോ ഗൗരവമുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്ത വിഷയം എന്താ? ADGP RSS മേധാവിനെ കണ്ടോ എന്നുള്ളതല്ല. അതല്ലാതെ ഈ പറഞ്ഞ ADGPക്കെതിരെയും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെയും വന്നിട്ടുള്ള ഒരു ആരോപണം അവർക്ക് പ്രശ്നമായിരുന്നില്ലല്ലോ. അപ്പോൾ BJPക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് മാത്രം കേരളത്തിന്റെ രാഷ്ട്രീയമായി കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ഇവരാണ് സത്യത്തിൽ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്നത്. BJP ഈ രണ്ടു കൂട്ടരെയും ഒരേപോലെ എതിർത്തുകൊണ്ടാണ്. ഇവരുടെ രണ്ടാളുടെയും ഒരു ഔദാര്യം പറ്റിയിട്ടല്ല, രണ്ടാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സഹായം പറ്റിയിട്ടല്ല, രണ്ടുപേരും ഒന്നിച്ച് എതിർത്തുകൊണ്ടാണ് കേരളത്തിലെ BJP ശക്തി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നമുക്ക് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഒന്നും മിണ്ടാത്തൊരു സാഹചര്യമുണ്ട്. ഈ പാവപ്പെട്ട മുനമ്പത്തെ ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഇപ്പം വയനാട്ടിലെ വിഷയം, ഈ നമ്മുടെ കുന്നംകുളത്തെ വിഷയം, അങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. ഇതിലൊന്നും ഇടത് വലത് മുന്നണികൾക്ക് കാര്യമായ ഒരു പ്രതികരണവുമില്ല. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഈ നമ്മുടെ പാലസ്തീനുമൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സമരം നടത്തിയ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹിന്ദു ആളുകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ കൊല്ലപ്പെടുന്ന സമയത്ത് യാതൊന്നും പ്രതികരിക്കുന്നില്ല. അതും ഈ വഖഫും കൂടി കൂട്ടി വായിക്കപ്പെട്ടാൽ ഒരു വലിയ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. അതിനെ അവർ ചെയ്യുന്നില്ല, വേണ്ടത്ര വിധത്തിൽ അതിനെ BJPയും ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും കൂടെയുണ്ട്. BJPയെ സംബന്ധിച്ചൊന്നും ഉപയോഗിക്കേണ്ട ഒരു വിഷയമല്ല. BJP ഈ വിഷയങ്ങളെല്ലാം കാണുന്നത് ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അത് BJP ചെയ്യുന്നുണ്ട്. മുനമ്പത്തെ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത് BJPയാണ്. ഞാൻ മുനമ്പത്ത് പോയിരുന്നു, മുനമ്പത്തെ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അവിടുത്തെ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി മറ്റന്നാൾ ഞാൻ വീണ്ടും മുനമ്പത്തേക്ക് പോകുന്നുണ്ട്. 8-ാം തീയതി BJPയുടെ സംസ്ഥാനത്തെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ 8-ാം തീയതി മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. BJP നേതാക്കൾ ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് കിടക്കുന്നതിൻ്റെ ഇടയിലാണ് കൃഷ്ണകുമാർജി മുനമ്പത്തേക്ക് പോകുന്നത്. നിർമ്മലാ സീതാരാമൻ മുനമ്പത്ത് വന്നിട്ടുണ്ടായിരുന്നു.
അതേപോലെ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാർ എത്രയോ പേര് അവിടെ വന്നിട്ടുണ്ട്. ബി ജെ പി ആ വിഷയത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. ബംഗ്ലാദേശ് വിഷയത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ള ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണ്. അതല്ലാതെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നീതി വേണം എന്ന് ആരാ പറഞ്ഞില്ല? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പറഞ്ഞു ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കപ്പെടണം. ബംഗ്ലാദേശി ഹിന്ദുസ് തന്നെ എടുത്ത് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് ബി ജെ പിക്ക് ഉണ്ട്. മറ്റവർക്ക് അതില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് മൈനോറിറ്റി അപ്പീസ്മെൻറ്റും ഹിന്ദു ബാഷിങ്ങുമാണ്. ഹിന്ദുക്കളെ പരമാവധി ചവിട്ടി താഴ്ത്തുകയും ന്യൂനപക്ഷത്തെ പരമാവധി പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നുള്ളതിന് ആ ഇരട്ടത്താപ്പ് നിലപാടിന് ഇവരിട്ടിരിക്കുന്ന പുതിയൊരു ഓമനപ്പേര് മാത്രമാണ് മതേതരത്വം എന്ന് പറയുന്നത്. വഖഫ് വിഷയത്തിൽ ഇവർ പ്രതികരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വഖഫ് വിഷയത്തിലെതിരായിട്ടുള്ള നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്ക് പിണങ്ങും. അതുകൊണ്ടാണല്ലോ വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് കൂട്ടരും കൂടി സംയുക്തമായിട്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയല്ലോ. ഈ കഴിഞ്ഞ ഒക്ടോബർ 14 പ്രമേയം പാസ്സാക്കിയല്ലോ. അപ്പോൾ അത് മൈനോറിറ്റി വോട്ട് ബാങ്കിനെ ഏതെങ്കിലും നിലയിൽ പ്രകോപിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നത്തിൽ അവർ ഇടപെടില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി അവർ സംസാരിക്കില്ല. കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾ അങ്ങനത്തെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് അല്ല എന്നും അതുകൊണ്ട് അവരെ പിന്തുണച്ചിട്ടില്ലെങ്കിൽ അവർ നമ്മളെ ഒരു തരത്തിലും ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നും അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നും. നേരെ തിരിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചാൽ അത് ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ പിണക്കി കഴിഞ്ഞാൽ, മുസ്ലിം വോട്ട് ബാങ്കിനെ പിണക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ തിരിച്ചടിയാവുമെന്ന് വിചാരിച്ചിട്ട് സ്വാഭാവികമായിട്ട് സംസാരിക്കില്ല. ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ പറയുന്ന രണ്ട് കൂട്ടരും തയ്യാറാവില്ല എന്നുള്ളത് നമ്മുടെ ചരിത്രപരമായിട്ടുള്ള അനുഭവമാണ്. ഇപ്പം ബംഗ്ലാദേശിലെ വിഷയം ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാം. 1971 ജീനോസൈഡിൽ എത്ര ലക്ഷം ആളുകൾ മരിച്ചു. അന്ന് 9 മാസം നമ്മുടെ രാജ്യം പോലും കൈ കെട്ടി നോക്കി നിൽക്കുക ചെയ്ത്. 1971 മാർച്ച് 25 തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷൻ സർച്ചിലായിട്ട് 9 മാസം നീണ്ടുന്നു. 2 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു, 1 ലക്ഷം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു, 1 കോടി ആൾക്കാർ റെഫ്യൂജീസ് ആയിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നു. അവസാനം 1971 ഡിസംബർ 3 ഇന്ത്യ ബംഗ്ലാദേശ് ലിബറേഷൻ വാറിൽ പങ്കെടുക്കുന്നതും ബംഗ്ലാദേശിൽ ലിബറേറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും എത്രയോ ലക്ഷം മനുഷ്യർ മരിച്ചു കഴിഞ്ഞിരുന്നു. 1946 ഡയറക്ട് ആക്ഷൻ ഡേയുടെ ഭാഗമായി നടന്നിട്ടുള്ള നൗഖാലി മാസക്കർ, വീക്ക് ഓഫ് ലോങ് നൈഫ്സ്, നീണ്ട കഠാരകളുടെ വാരം, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടകൾ ചെയ്തിട്ടുള്ള, ലക്ഷക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തിട്ടുള്ള 10,000 ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുള്ള സംഭവം. ഇത് നോക്കൂ, 1901 കണക്ക് പ്രകാരം ബംഗ്ലാദേശ് മേഖലയിലുള്ള ഹിന്ദു ജനസംഖ്യ 33%. 1/3 ഭാഗം ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത്. 1941 സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് നടത്തിയിട്ടുള്ള സർവേയിൽ 28% ബംഗ്ലാദേശിൽ ഹിന്ദുക്കളാണ്. 1971 ആയപ്പോഴേക്കും കേവലം 25 വർഷം കൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളുടെ ജനസംഖ്യ 14%, നേരെ പകുതിയായി. ഇപ്പോൾ 2024 നമ്മൾ സംസാരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ ജനസംഖ്യ എത്ര? 7%. 7%, 14 പിന്നെയും പകുതിയായി. ഇത് വെറും അക്കം മാത്രമല്ല, ലക്ഷക്കണക്കിന് മനുഷ്യരാണെന്ന് ആലോചിക്കണം. കോടിക്കണക്കിന് മനുഷ്യരാണ് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ബംഗ്ലാദേശിൽ മരിച്ചില്ലാണ്ടായി പോയത്, നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായത്. ഇവർക്കൊരു വിഷയമല്ല. ഇതൊരിക്കലും ഇവർ സംസാരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ പറ്റി ഇവർ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാകിസ്ഥാനിൽ 10% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് പാകിസ്ഥാനിൽ 2% ഹിന്ദുക്കളുടെ ജനസംഖ്യ. അപ്പോൾ എത്രയോ ദൂരെ കിടക്കുന്ന പാലസ്തീനു വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ അതിക്രമത്തിനെതിരെയും ഗാസയ്ക്ക് വേണ്ടിയിട്ടും ഓൾ ഐസ് ഓൺ റഫ എന്ന് പറയാനും ഇവർക്ക് തയ്യാറാണ്. ലക്ഷദ്വീപിലെ തെങ്ങിന് കാവി പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വ ഭീകരത വരുന്നത് കൊണ്ട് ഇവർ നിലവിളിക്കും. എന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ സഹോദരന്മാരാണ്. ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും അതേപോലെ തന്നെ സ്ട്രാറ്റജിക്കായിട്ടും എല്ലാം ഇന്ത്യയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള, സാംസ്കാരികമായി തന്നെ വലിയ ബന്ധമുള്ള സ്ഥലമാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. അവിടെയുള്ള ഹിന്ദുക്കളുടെ ഈ പറയുന്ന കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇവർക്ക് വിഷയമേ അല്ല എന്നുള്ളതാണ്. തീർച്ചയായും ഇവരുടെ നിലപാടിനെ വ്യക്തമാക്കുന്ന ഒരു സംഭവം. അതിപ്പോൾ കേരളത്തിലുള്ള ഈ സംഭവങ്ങളിൽ സമാനമായിട്ടുള്ള നിലപാടല്ലേ. 1921 മലബാർ വംശഹത്യ ജന്മിത്ത വിരുദ്ധ കാർഷിക കലാപമായിരുന്നു, ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ പ്രക്ഷോഭമായിരുന്നു. അതിലെ നായകന്മാരായിട്ടുള്ള കൊലപാതകികൾ മുഴുവൻ വീരനായകന്മാരായിരുന്നു എന്ന് പറയുന്നത്. അന്നത്തെ ഹിന്ദുക്കളെ കൊല ചെയ്യപ്പെട്ട ഹിന്ദുക്കളുടെ കുറ്റമായിരുന്നു അതെന്നല്ലേ ഇവർ വാദിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കളോടുള്ള ഈ ഒരു വിവേചനപരമായിട്ടുള്ള സമീപനം, ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഏത് നിലയ്ക്കും തരം താഴുക എന്ന് പറയുന്ന സമീപനം, അതിൻ്റെ ഓമനപ്പേരാണ് ഇവിടുത്തെ മതേതരത്വം. അതൊരു പുതിയ കാര്യമല്ല, അതിൽ അത്ഭുതമില്ല. എന്തായാലും വളരെ നന്ദി ശ്രീ ശങ്കുട്ടി ദാസ്. ശരി.